അപ്പോൾ 1140 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം അടങ്ങിയ ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ 3Dയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്ലാനിലേക്ക് പോകാം. സിറ്റ് ഔട്ടിൻ്റെ അളവ് വരുന്നത് 360/157 ആണ് സിറ്റ് ഔട്ടിൻ്റെ അളവ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഒരു ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ലിവിങ്ങിൻ്റെ ഏരിയ 360/323 ആണ്. ഇവിടെ ഒരു യു ഷേപ്പിൽ സോഫ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് 288/350 ആണ് ബെഡ്റൂമിൻ്റെ അളവ്. മുകളിലായിട്ടാണ് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്. ടോയ്ലറ്റിൻ്റെ അളവ് വരുന്നത് 176/150 ആണ് ടോയ്ലറ്റിൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂം 288/332 ആണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഇനി മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് 330/400 ആണ് ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത്. ടോയ്ലറ്റ് അറ്റാച്ചായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോയ്ലറ്റിൻ്റെ അളവ് 194/131 ആണ് ടോയ്ലറ്റിൻ്റെ സൈസ്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് 360/532 ആണ് ഡൈനിങ് ഏരിയയുടെ സൈസ്. ഇവിടെയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറാൻ ഉള്ള സൗകര്യത്തിനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി കിച്ചൻ്റെ അളവ് വരുന്നത് 329/301 ആണ് കിച്ചൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വാഷേരിയ അതിൽ ആഡ് ചെയ്യും. ഇവിടെ വാഷേരിയ കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലാന് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എലിവേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ എലിവേഷൻ. എക്സ്റ്റീരിയർ വ്യൂ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ റൈറ്റ് സൈഡിലെ ബെഡ്റൂം നമുക്ക് ഇതുപോലൊരു ഡിസൈൻ കൊടുക്കാം. പിന്നെ സിറ്റ് ഔട്ട്, അതുപോലെ ലെഫ്റ്റിലെ ബെഡ്റൂം ഇതുപോലൊരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടെക്സ്ചർ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയ ഡിസൈനിങ്ങിനായിട്ട് ടെക്സ്ചർ ക്ലാഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്റ്റെയർ ക്യാബിന്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളും പ്ലാനുകളും തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.